യുദ്ധം പലതരത്തിൽ നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി ഒരുപക്ഷെ യുദ്ധം സമാധാനത്തിലെത്തി എന്നിരിക്കട്ടെ, അതിനുള്ളൊരു സാധ്യത കുറവാണ്. കാരണം മീഡിയേറ്റ് ചെയ്യാൻ വളരെ വിശ്വാസ്യതയുള്ള ആരെയും നമ്മളുടെ മുമ്പിൽ കാണുന്നില്ല. ഇനി യുദ്ധം താൽക്കാലികമായി തീർന്നാലും തീവ്രവാദ ഗ്രൂപ്പുകൾ പലതരത്തിൽ ഈ സംഘടനത്തെ രൂക്ഷമാക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ ഇറാൻ നടത്തിയ ഏറ്റവും വലിയ അപകടം അല്ലെങ്കിൽ മണ്ടത്തരമെന്ന് പറയുന്നത് GCC രാജ്യങ്ങളെ ആക്രമിച്ചതിലാണ്. GCC രാജ്യങ്ങൾ വാസ്തവത്തിൽ ഈ യുദ്ധത്തിൽ ഒരു പങ്കുമില്ലാത്തവരാണ്. ഒരേ സമയം വളരെയധികം ശത്രുക്കളെ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഗൾഫിലെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇറാനെതിരെ തിരിയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുമെങ്കിൽ അത് ഇറാൻ്റെ തന്ത്രപരമായ ഒരു പരാജയമായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇറാഖിലൊരു പാവ സർക്കാർ കൊണ്ടുവന്നു. അവിടുത്തെ ആഭ്യന്തര ശിഥിലം സദാമിൻ്റെ കാലശേഷം അത് ഉറപ്പാക്കി, സദാമിൻ്റെ വധത്തോടുകൂടി ഇത് ഉറപ്പാക്കി. അതേപോലെ ഒരു പപ്പറ്റ് ഗവൺമെൻറ്റാണ് അമേരിക്ക ഇറാനിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷീം ചേഞ്ച് അഥവാ ഭരണമാറ്റം അമേരിക്ക ആഗ്രഹിക്കുന്നു. അതീവ ഗുരുതരമായി തുടരുന്ന പശ്ചിമേഷ്യയിലെ സംഘർഷം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. മുൻ വൈസ് ചാൻസലറും രാഷ്ട്രതന്ത്ര വിദഗ്ധനുമായ ഡോക്ടർ ഗോപകുമാർ സാർ ഒപ്പം ചേരുകയാണ്. സാർ, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സംഘർഷം അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇറാനും ഇസ്രയേലി US സഖ്യവും തമ്മിലുള്ള യുദ്ധം അനുനിമിഷം വഷളായിക്കൊണ്ടിരിക്കുന്നു. ഇറാനെതിരായ യുദ്ധം 1 മാസമെങ്കിലും നീളുമെന്ന സൂചന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുമുണ്ട്. ശരിക്കും അമേരിക്കയുടെ പ്രതീക്ഷകൾ തകിടം മറിച്ചോ ഇറാൻ? അങ്ങനെ ചോദിക്കാൻ കാരണം അവരുടെ നേതാവ് ആയത്തുള്ള അലി ഖമനിയെ വധിച്ചാൽ ഇറാൻ ഈ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കയോ ഇസ്രയേലോ കരുതിയിട്ടുണ്ടാകുമോ? അപ്പോൾ ഈ യുദ്ധത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? യുദ്ധം പലതരത്തിൽ നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമുക്കറിയാവുന്ന ചരിത്രത്തിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയിട്ട് വളരെ കാലമായി. അതുകൊണ്ട് തന്നെ ഈ സംഘടനത്തിന് ഇസ്രയേലിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്കും ഇവിടെ പ്രതിപാദിക്കേണ്ടതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്കയും ഇസ്രയേലും കൂട്ടായ്മയായിട്ട് ചേർന്നാണ് ഇറാനുമായിട്ടുള്ള യുദ്ധം നടത്തുന്നത്. അതിന് ചരിത്രപരമായ കാരണങ്ങളും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ അയത്തുള്ള ഖൊമേനിയെ വധിച്ചതിന് ശേഷം അമേരിക്ക പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു ഭരണമാറ്റം പൊടുന്നനവേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ആ നിലയ്ക്ക് ഇറാൻ്റെ തിരിച്ചടി പല രീതിയിൽ ശക്തമായിട്ട് വരികയാണെങ്കിൽ യുദ്ധം നീണ്ടുപോകാനല്ലേ സാധ്യതയുള്ളൂ. ഇനി ഒരുപക്ഷെ യുദ്ധം സമാധാനത്തിലെത്തി എന്നിരിക്കട്ടെ, അതിനുള്ളൊരു സാധ്യത കുറവാണ്. കാരണം മീഡിയേറ്റ് ചെയ്യാൻ വളരെ വിശ്വാസ്യതയുള്ള ആരെയും നമ്മളുടെ മുമ്പിൽ കാണുന്നില്ല. ഇനി യുദ്ധം താൽക്കാലികമായി തീർന്നാലും തീവ്രവാദ ഗ്രൂപ്പുകൾ പലതരത്തിൽ ഈ സംഘടനത്തെ രൂക്ഷമാക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഇസ്രയേലിനെ ടാർഗറ്റ് ചെയ്യാൻ ഇറാന് ഔപചാരികമായ ഒരു യുദ്ധത്തിൻ്റെ ആവശ്യം പോലുമില്ല. അല്ലാതെ തന്നെ ഈ സംഘടന തുടരാൻ കഴിയും. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായാലും യുദ്ധം നീണ്ടുപോകാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിന്നു പോയാൽ തന്നെ അത് അവിടെ വിരാമമാകുന്നില്ല. ഇതൊരു തുടർക്കഥയായി സംഘടനകളുടെ ഒരു ഘോഷയാത്ര തന്നെ വരാം, പല രീതിയിൽ തന്നെ വരാം. അത് ഇസ്രായേലിന് നേരെയും അമേരിക്ക പിന്തുണയ്ക്കുന്ന മേഖലകളിലും നാവികസേന അമേരിക്കയുടെ സെറ്റിൽഡായിട്ടുള്ള മേഖലകളിലുമെല്ലാം പൊട്ടിത്തെറികളും ആക്രമണങ്ങളും തീവ്രവാദ ശ്രമങ്ങളുമെല്ലാം കാണാം. അപ്പോൾ അതുകൊണ്ട് വളരെ രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലാണ് നമ്മളിപ്പോൾ പെട്ടിരിക്കുന്നത്. ഇവിടെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ US എയർബേസുകൾ ലക്ഷ്യം വെക്കും എന്ന് ഉറപ്പായിരുന്നു. അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അറിയാം. പക്ഷേ അതിനപ്പുറം അറബ് രാജ്യങ്ങളെ തന്നെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ശരിക്കും എന്താണ് ഇറാൻ ലക്ഷ്യമിടുന്നത്? എന്തിനു വേണ്ടിയാണ് സൗദി, UAE, കുവൈറ്റ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്നത്? ഈ സംഘടനത്തിൽ ഒരുപക്ഷെ ഇറാൻ നടത്തിയ ഏറ്റവും വലിയ അപകടം അല്ലെങ്കിൽ മണ്ടത്തരമെന്ന് പറയുന്നത് GCC രാജ്യങ്ങളെ ആക്രമിച്ചതിലാണ്. GCC രാജ്യങ്ങളിൽ മാത്രമല്ല, ഗൾഫിലെ പല മേഖലകളിലും അമേരിക്കയുടെ നാവിക താവളങ്ങൾ വന്നിട്ട് എത്രയോ ഡെക്കേഡ്സായി. അത് ഇന്നും ഇന്നലെയും വന്നതല്ല. അതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം. അവരുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ, എണ്ണയും നാച്ചുറൽ ഗ്യാസുമെല്ലാം സംരക്ഷിക്കാൻ അവർക്ക് അവരുടേതായ ഒരു സേന അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ
അത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് വളരെ പെട്ടെന്നുണ്ടായതല്ല. എന്നാൽ GCC രാജ്യങ്ങൾ വാസ്തവത്തിൽ ഈ യുദ്ധത്തിൽ ഒരു പങ്കുമില്ലാത്തവരാണ്. അവിടുത്തെ നാച്ചുറൽ ഗ്യാസും ഓയിലും കൊണ്ടുപോകുന്നത് അത് എത്രയോ കാലമായിട്ട് തുടരുന്നതാണ്. എന്തിനാണ് ഈ GCC രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു മണ്ടത്തരമായി എന്ന് ഇറാനെ താമസിയാതെ മനസ്സിലാകും. കാരണം ഇറാനെ അമേരിക്ക ആക്രമിച്ചതുപോലെ തന്നെ GCC രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്നതും GCC രാജ്യങ്ങളുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയെയും അവരുടെ ദേശീയതയെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ GCC രാജ്യങ്ങൾ അമേരിക്കയുടെ പിന്തുണയോടുകൂടിയോ അല്ലാതെയോ സ്വന്തം ഭൂമിയും സ്വന്തം രാജ്യവും സംരക്ഷിക്കാൻ പുറപ്പെടും. അത് ഇറാനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും. കാരണം ഒരേ സമയം വളരെയധികം ശത്രുക്കളെ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഗൾഫിലെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇറാനെതിരെ തിരിയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുമെങ്കിൽ അത് ഇറാൻ്റെ തന്ത്രപരമായ ഒരു പരാജയമായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥ ശത്രു അല്ലെങ്കിൽ യഥാർത്ഥ വെല്ലുവിളി വരുന്നത് ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം GCC രാജ്യങ്ങൾ ആക്രമിച്ചതിൽ കൂടി ഇറാൻ്റെ യുദ്ധത്തിനോടുള്ള നിലപാടിൽ എത്ര ഇടുങ്ങിയ ചിന്താഗതിയാണ് ഇവിടെ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇറാന് കൂടുതൽ പ്രതിരോധത്തിലാകാനാണ് സാധ്യത. ആ നിലയ്ക്ക് തന്ത്രപരമായ ഒരു പരാജയമാണ് ഈ സാഹചര്യത്തിൽ GCC രാജ്യങ്ങൾ ആക്രമിച്ചതിൽ കൂടി ഇറാൻ നടത്തിയത് എന്ന് പരാമർശിക്കേണ്ടി വരും. ശരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധം നീണ്ടുപോകുകയാണ്. അപ്പോൾ ഭരണമാറ്റം തന്നെയാണോ ഇറാനിൽ അമേരിക്ക ലക്ഷ്യമിടുന്നത്? ഒരു പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കാൻ ട്രംപിന് ആകുമോ ഇറാനിൽ? അമേരിക്കയുടെ രണ്ടാം മഹാലോക യുദ്ധത്തിന് ശേഷമുള്ള സാമ്രാജ്യത്വ ചരിത്രം നമ്മൾ നോക്കിയാൽ വളരെ വ്യക്തമായി കാണാം, അവർക്ക് എവിടെയൊക്കെ സാമ്പത്തിക താല്പര്യങ്ങളുണ്ടോ, സപ്ലൈ ചെയിൻ ബന്ധങ്ങളുണ്ടോ, പ്രത്യേകിച്ച് ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ അത്തരം മേഖലകളിലൊക്കെ അമേരിക്ക അവരുടെ അധീശത്വം അടിച്ചേൽപ്പിക്കാറുണ്ട്. അത് ലാറ്റിൻ അമേരിക്കയിലായാലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലായാലും സെൻട്രൽ ഏഷ്യയിലായാലും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലായാലും അതൊരു തുടർക്കഥയായി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പാവ സർക്കാരാണ് ഇറാനിൽ ഭരിക്കേണ്ടതെന്ന് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. കാരണം 1979 ഇറാനിലെ ഷായെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ഇറാനിലെ ഇപ്പോഴത്തെ ഭരണം, കൺസർവേറ്റീവ് ഭരണം, അമേരിക്കയുമായി ഒട്ടും ചേർന്ന് പോകാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ്. പാശ്ചാത്യ കാര്യങ്ങളും കലാപരമായ വളർച്ചയും മറ്റു പല വികസിത സ്വഭാവങ്ങളും കാണിക്കുന്ന ഒരു ആധുനിക രാജ്യമായി മാറ്റാനാണ് പഴയ കാലത്ത് ഷാ ശ്രമിച്ചത്. 1979 ശേഷം അത് നടന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 47 വർഷമായി അമേരിക്കയ്ക്ക് ഇറാനുമായി സംഘടനത്തിന് 2 അല്ലെങ്കിൽ 3 കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒന്ന്, ഇസ്രയേൽ അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ തന്ത്രപരമായി സഹായിക്കേണ്ട അമേരിക്കയുടെ ഉത്തരവാദിത്വം അവിടെ വ്യക്തമാണ്. 2, ഇറാൻ്റെ കൈവശമുള്ള ആയുധങ്ങൾ, അത് ബാലിസ്റ്റിക് മിസൈലും ഡ്രോൺസും അല്ലാതെ ന്യൂക്ലിയർ ആയുധങ്ങളും ഉണ്ടെന്ന് അമേരിക്ക സംശയിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത് നിർവീര്യമാക്കിയില്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പ്രതിരോധത്തിന് അത് വെല്ലുവിളി ഉണ്ടാക്കുമെന്നറിയാം. 3, ഇറാൻ്റെ കൈവശമുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കൊരു ഭീതിയാണ്, വെല്ലുവിളിയാണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇറാനും ഇറാഖുമായുള്ള യുദ്ധം നടന്നതിന് ശേഷം ഇറാനിൽ അമേരിക്കയ്ക്ക് ഇറാഖിലുള്ളതുപോലൊരു മേധാവിത്വം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇറാഖിലൊരു പാവ സർക്കാർ കൊണ്ടുവന്നു. അവിടുത്തെ ആഭ്യന്തര ശിഥിലം സദാമിൻ്റെ കാലശേഷം അത് ഉറപ്പാക്കി, സദാമിൻ്റെ വധത്തോടുകൂടി ഇത് ഉറപ്പാക്കി. അതേപോലെ ഒരു പപ്പറ്റ് ഗവൺമെൻറ്റാണ് അമേരിക്ക ഇറാനിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷീം ചേഞ്ച് അഥവാ ഭരണമാറ്റം അമേരിക്ക ആഗ്രഹിക്കുന്നു. അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ നിശ്ചയമായിട്ടും ഭരണമാറ്റം തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ജനങ്ങളെ ഇളക്കിവിട്ട് അതിന് അവിടുത്തെ ഭരണകൂടത്തിനെതിരായി പുറത്തിറങ്ങണമെന്ന് മാർച്ച് 1-ാം തീയതി തന്നെ, 27-ാം തീയതിയാണല്ലോ യുദ്ധം തുടങ്ങിയത്, മാർച്ച് 1-ാം തീയതി തന്നെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ് നമുക്ക് ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഭരണമാറ്റത്തിൽ കുറഞ്ഞൊന്നും അവർക്ക് സ്വീകാര്യമാവില്ല. കാരണം
അവരുടെ തന്ത്രപരമായ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഇറാനിൽ ഭരണമാറ്റവും തങ്ങൾക്ക് അനുകൂലമായൊരു പാവ ഗവൺമെൻറ്റും വേണമെന്നുള്ളതാണ്. ഇത് അവരുടെ ഒരു സാമ്രാജ്യത്വ സ്വഭാവം എവിടെയൊക്കെ കാണിച്ചിട്ടും അവിടെ എല്ലാം ഉണ്ട്, പല രീതിയിലാണ്. സമീപകാലത്ത് വെനിസുലയിലെ പ്രസിഡൻറ്റിനെ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ന്യൂയോർക്കിൽ കൊണ്ടുവന്നിട്ട് തങ്ങൾക്ക് അനുകൂലമായൊരു ഭരണത്തെ അവിടെ വാഴ്ത്തുകയാണ്. കാരണം വെനിസുലയിൽ എണ്ണയുണ്ട്, എണ്ണ നിക്ഷേപങ്ങളുണ്ട്, അത് തന്നെയാണ് കാരണം. എണ്ണയുള്ളിടത്തൊക്കെ അമേരിക്കയുടെ ചൂഷണം വില കൊടുത്ത് വാങ്ങിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെയുള്ള ഗവൺമെൻറ്റിനെ തങ്ങളുടെ പരിധിയിലാക്കുക, അതിന് പല രീതിയിലുള്ള ഭീഷണിയും പ്രവർത്തനവും കാണും. അതിൻ്റെ മറ്റൊരു അധ്യായമാണ് ഇവിടെ ശ്രമിക്കുന്നത് അമേരിക്ക.